വാങ്കഡെ സ്റ്റേഡിയത്തിലെ പുൽമൈതാനിയിൽ റണ്ണൊഴുക്കിന്റെ പെരുമഴ തീർത്ത പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിനെ ചരിത്ര വിജയം. നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് IPL സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം തന്നെ വിജയിച്ചുകൊണ്ട് 5 തവണത്തെ ചാമ്പ്യന്മാർ ഇത്തവണ പുതുചരിത്രം കുറിച്ചു. KKR ഉയർത്തിയ 221 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഓപ്പണർമാരുടെ വെടിക്കെറ്റ് ബാറ്റിംഗിന്റെ കരുത്തിൽ 19.1 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടണും ചേർന്ന് നൽകിയ സ്വപ്നതുല്യമായ തുടക്കമാണ് മുംബൈയുടെ വിജയത്തിന് അടിത്തറ പാകിയത്. വെറും 72 പന്തിൽ നിന്നും ഇരുവരും ചേർന്നടിച്ചുകൂട്ടിയ 148 റൺസ് കൊൽക്കത്തയുടെ ബൗളിംഗ് നിരയെ നിഷ്പ്രഭമാക്കി. 38 പന്തിൽ നിന്നും 6 വീതം 4ഉം 6റുകളുമായി 78 റൺസ് നേടിയ രോഹിത് പഴയ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ചപ്പോൾ, മറുവശത്ത് 43 പന്തിൽ 81 റൺസ് അടിച്ചുകൂട്ടിയ റിക്കിൾട്ടൺ മുംബൈ നിരയിലെ പുതിയ കരുത്തായി മാറി. അവസാന ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയും നമൻ ധീറും ചേർന്ന് ടീമിനെ വിജയതീരത്തെത്തിച്ചു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും യുവതാരം അങ്ക്രിഷ് രഘുവൻഷിയും തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. 40 പന്തിൽ നിന്നും 67 റൺസ് നേടിയ രഹാനെയും 29 പന്തിൽ 51 റൺസ് അടിച്ചെടുത്ത രഘുവൻഷിയും ചേർന്നാണ് കൊൽക്കത്തയെ 220 എന്ന വമ്പൻ സ്കോറിലേക്ക് നയിച്ചത്. വെറും 4 ഓവറിൽ ടീം സ്കോർ 50 കടത്തിക്കൊണ്ട് IPL ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും വേഗമേറിയ 50 എന്ന റെക്കോർഡും കൊൽക്കത്ത ഈ മത്സരത്തിൽ സ്വന്തമാക്കി. തുടക്കത്തിൽ ഫിൻ ആലൻ നടത്തിയ കടന്നാക്രമണം മുംബൈ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ബാറ്റർമാർ ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ മുംബൈയുടെ വിജയത്തിൽ നിർണായകമായത് ഷാർദുൽ താക്കൂറിന്റെ പന്തുകളായിരുന്നു. കൊൽക്കത്തയുടെ കുതിപ്പിന് തടയിട്ടുകൊണ്ട് രഹാനെ, ഫിൻ ആലൻ, കാമറൂൺ ഗ്രീൻ എന്നിവരുടെ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ ഷാർദുൽ 39 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ സ്വന്തമാക്കി മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2026 T20 ലോകകപ്പ് ജയിച്ച 4 താരങ്ങളുമായി കളിക്കാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരങ്ങളിലെ പരാജയഭീതി എന്ന ശാപം ഇതോടെ മറികടന്നു.